ഏകദേശം 1940-41 എന്നീ കാലഘട്ടങ്ങളിലാണ് പെരിങ്ങോട് എന്ന ഈ ഗ്രാമത്തിലേക്ക് കളരിപ്പയറ്റ് വരുന്നത്. കോട്ടയ്ക്കൽ കണാര് ഗുരുക്കൾ എന്നൊരു മഹാൻ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരായിട്ട് 2 മഹാവ്യക്തികളുണ്ടായിരുന്നു. ഒന്ന് CV നാരായണൻ നായർ, മറ്റത് RV അനന്തൻ നായർ. ഇതിൽ അനന്തൻ നായർ എന്നുള്ള ഗുരുക്കൾ ആണ് പെരിങ്ങോട് വന്ന് ആ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കളരി സ്ഥാപിച്ചത്. 2 വർഷം മാത്രമേ അനന്തൻ നായർ പെരിങ്ങോട് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം CV അപ്പുനമ്പ്യാർ ഗുരുക്കൾ എന്നൊരു വ്യക്തി, അദ്ദേഹം CV നാരായണൻ നായരുടെ പ്രധാന ശിഷ്യനാണ്. അദ്ദേഹം അനവധി കാലം പെരിങ്ങോട് ഈ കളരി നടത്താൻ ഇടയായി. അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ്റെ പ്രധാന ഗുരുനാഥൻ. അദ്ദേഹം പഠിപ്പിച്ച വഴികളാണ് ഇവിടെ കളരി നടത്തുന്ന സമ്പ്രദായം. പക്ഷേ ആ കാലഘട്ടത്തിൽ കളരി ഗുരുക്കന്മാർക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവും ശാസ്ത്രീയമായ ആയുർവേദത്തിൻ്റെ പഠനത്തിൻ്റെ കുറവും കാരണം ഈ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് അത്ര പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അത്ര പ്രാധാന്യമോ ജനങ്ങൾ കൽപ്പിച്ചിരുന്നില്ല. എങ്കിൽ പെരിങ്ങോട് അപ്പുനമ്പ്യാർ വന്നതിൻ്റെ ശേഷം എൻ്റെ അച്ഛൻ ആ കാലഘട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായിട്ട് ആയുർവേദം കളരിയോട് കൂടി പഠിക്കുവാൻ ഇടയായി. ഒരു പക്ഷേ അത് കാരണം ആവാം പെരിങ്ങോട് ചവിട്ടി ഒഴിച്ചിലും ബാക്കി ചികിത്സാ സമ്പ്രദായങ്ങൾക്കും കുറേ വ്യത്യാസമായിട്ട് കാണുന്നത്. ഇവിടെ ഇന്ന് ഞങ്ങൾ ഈ കളരി അതേപടി നടത്തിപ്പോരുന്നുണ്ട്. ഈ നാട്ടിലെ കുട്ടികൾക്ക് ഹെൽത്ത് എന്നുള്ളൊരു കാര്യത്തിൻ്റെ മുകളിൽ ഊന്നൽ നൽകിയിട്ടാണ് ഇന്നും ഈ കളരി നടത്തിപ്പോരുന്നത്. രണ്ട് നൂറ്റാണ്ട് മുമ്പ് പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിൽ വടക്കൻ മേഖലയാണ് പകൽ യുദ്ധം, രാത്രി കഥകളി എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിലും ഈ ചവിട്ടിയൊഴിച്ചൽ ഒരു ചികിത്സാ രീതിയായിട്ട് മാറ്റിയിരുന്നു. ഇത്രയും പഴക്കമുള്ള ഒരു സമ്പ്രദായം ആണ് ഇന്ന് പെരിങ്ങോട് ആവർത്തിച്ച് പോരുന്നത്. കളരിപ്പയറ്റ് അഭ്യസിക്കുമ്പോൾ എണ്ണ വലിയ ഒരു ഘടകമാണ്. നല്ലെണ്ണ, എള്ള ആട്ടിയ എണ്ണയാണ് കളരി അഭ്യസിക്കുമ്പോൾ മെയ്ക്ക് തേച്ച് പയറ്റാറുള്ളത്. ഈ അഭ്യാസത്തിൻ്റെ ഇടയിലുള്ള വിശർപ്പും ചളിയും ഈ കളരിയിലുള്ള മൺനിലത്താണ് നമ്മൾ അഭ്യസിക്കാറ്. അപ്പം മൺനിലത്തുള്ള ചളിയും ഈ വിശർപ്പും എണ്ണയും കൂടി പുരണ്ടൊരു ശരീരമായിട്ട് മാറും കളരി അഭ്യസിക്കുമ്പോൾ. എണ്ണ മെയ്യെന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം ആവശ്യമാണ്. ആ കാലഘട്ടങ്ങളിൽ ബാത്റൂംസ് ഒന്നും സൗകര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ വലിയ കുളം മാത്രമാണ് ആശ്രയിക്കാൻ കളരി അഭ്യാസങ്ങൾക്ക് കഴിയൂ. അത് കാരണം കളരി കെട്ടുമ്പോൾ ആദ്യം തന്നെ ഒരു പുഴയുടെ വക്കത്തോ ഒരു കുളത്തിൻ്റെ വക്കത്തോ ആയിരുന്നെങ്കിൽ വളരെ സൗകര്യമായിട്ട് കുളിയും ശുചിത്വം പാലിച്ച് നടത്താൻ പറ്റും. നല്ലത് പുഴയാണ്, പക്ഷേ എല്ലാ ദിക്കിലും പുഴയില്ലാത്തതുകൊണ്ട് കുളം നമ്മൾ ധാരാളം ആശ്രയിക്കുന്നു ഈ കാര്യത്തിൽ.
അപ്പോൾ ഈ തിരുവങ്ങാട് കളരി അടക്കം ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കളരി തലശ്ശേരിയിലെ തിരുവങ്ങാട് കളരിയാണ്. CV നാരായണൻ നായർ സ്ഥാപിച്ച കളരിയാണ്. അതന്നെ വലിയൊരു ചിറയുടെ വക്കത്താണ് അദ്ദേഹം അത് സ്ഥാപിച്ചിരുന്നത്. ക്ഷേത്രം, ചിറ, അത് കഴിഞ്ഞാൽ കളരി. അങ്ങനെ ഈ സൗകര്യങ്ങൾ മുൻകണ്ടിട്ടാണ് കുളത്തിൻ്റെ പ്രാധാന്യം കളരിക്ക് വളരെ ഉള്ളത്. എണ്ണ പുരട്ടി കൈകൾക്ക് പകരം കാലുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഉഴിച്ചിലിനെയാണ് ചവിട്ടി ഉഴിച്ചിൽ എന്ന് പറയുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ ഇതിന് പാദാഘാതം എന്നാണ് പറയുന്നത്. ആയുർവേദ ശാസ്ത്രഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിലെ ഋതുചര്യ എന്ന 3-ാമത്തെ അധ്യായത്തിലാണ് ഇത് ചവിട്ടി ഉഴിച്ചിലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. നിയുദ്ധം കുശലൈ സാർദ്ധം പാദാഘാതം ച യുക്തിത. നിയുദ്ധം കുശലൈ സാർദ്ധം, അതായത് കുശലനായിട്ടുള്ള നല്ലോണം അറിയാവുന്ന ഒരാളെ കൊണ്ട് മാത്രമേ ചവിട്ടി ഉഴിച്ചിൽ ചെയ്യാൻ പാടുള്ളൂ. അതായത് അത് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം വേണ്ട രീതിയിൽ ഓരോ കേസിനും അനുസരിച്ചിട്ട് ആ രീതിയിൽ മാത്രമേ നമ്മൾ ചവിട്ടി ഉഴിച്ചിൽ ചെയ്യാൻ പാടുള്ളൂ. കൈകൾക്ക് പകരം കാലുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ അളവിൽ എണ്ണ ശരീരത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അതുകൊണ്ട് ആ ശുദ്ധീകരണം കുറച്ചും കൂടെ വേഗത്തിൽ സംഭവിക്കുന്നുണ്ട്. പഞ്ചകർമ്മ ചികിത്സയുടെ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആയിട്ടുള്ള പൂർവ്വകർമ്മത്തിലാണ് ചവിട്ടി ഉഴിച്ചിൽ വിധിച്ചിരിക്കുന്നത്. നമ്മുടെ 7 ധാതുക്കളിലുമുള്ള എല്ലാ ദോഷങ്ങളെയും ചവിട്ടി ഉഴിച്ചിൽ കൊണ്ട് വയറിലെത്തിച്ച് പിന്നീടാണ് ശുദ്ധ ചികിത്സയായ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാറുള്ളത്. ഉത്ക്ലേഷണം എന്നൊരു പ്രോസസ്സ് ഈ ചവിട്ടി ഉഴിച്ചിലിൽ അഭ്യംഗത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. കാരണം ശരീരത്തിൻ്റെ എല്ലാ ധാതുക്കളിലുമുള്ള ദോഷങ്ങളെ കൂടുതൽ അളവിലും ഏറ്റവും വേഗത്തിലും ശരീരത്തിൻ്റെ വയറിനകത്ത് എത്തിക്കുന്ന ഒരു കാര്യമാണിത്. ചവിട്ടി ഉഴിച്ചിൽ സാധാരണയായിട്ട് സ്വസ്ഥന്, അതായത് അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാണ് ചെയ്യാറ് പതിവ്. ഹേമന്ത ഋതുചര്യ, അതായത് തണുപ്പുള്ള കാലത്താണ് ചവിട്ടി ഉഴിച്ചിൽ ചെയ്യുക പതിവ്. ആ സമയത്ത് സ്വേദഗ്രന്ഥികൾ പ്രവർത്തിക്കില്ല, അതായത് വിയർക്കില്ല. അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചവിട്ടി ഉഴിച്ചിൽ. എന്നാലും വൈദ്യൻ്റെ യുക്തിക്കനുസരിച്ച് രോഗികളിലും ഇത് ചെയ്യാവുന്നതാണ്. അതിനായി രോഗിയുടെ ബലം ശ്രദ്ധിക്കേണ്ടതാണ്. ഉപയോഗിക്കേണ്ട തൈലം, പഥ്യാപഥ്യങ്ങൾ, അകത്തേക്ക് കൊടുക്കുന്ന മരുന്നുകൾ, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പലർക്കും ഈ കഴുത്തിലുള്ള സെർവൈക്കൽ വെർട്ടിബ്രയിൽ ആ ഭാഗത്ത് അതിൽ 7-12 വരെയുള്ള വെർട്ടിബ്രയിലൊക്കെ ക്ഷതത്തോട് ബന്ധപ്പെട്ടിട്ട് ഇത് ധാരാളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ബൈക്കിലുള്ള റൈഡിങ്, അതുപോലെ ബൈക്കിലുള്ള യാത്രയും ആകുമ്പോൾ ബൈക്ക് ഗട്ടറിൽ കൂടി ചാടുന്ന കൂടിയിട്ട് കഴുത്തിലേക്ക് ചടയുള്ള തവല് വരാൻ വളരെ എളുപ്പമാണ്. അതിന് ക്ഷതം കഴുത്തിരിക്കണം. ആ ക്ഷതത്തിന് പലപ്പോഴും സർവാംഗവാദത്തിന്റെ ചികിത്സയുടെ പദ്ധതിയിൽ കൂടിയാണ്. ആ ചികിത്സയുടെ പദ്ധതിയിൽ കൂടി നീങ്ങാൻ ഏതാണ്ട് ചെറിയൊരു അനുഭവമൊക്കെ കാണും. അവിടെ പലപ്പോഴും റാഡിട്ട് നീക്കും ചെറിയൊരു അനുഭവം കണ്ടുവന്ന് വരും. മലമൂത്ര വിസർജനം വരെ നിയന്ത്രണ വിധേയമല്ലാതെ കണ്ടാവും. അതിൽ സർവാംഗവാദത്തിന്റെ ചികിത്സ ചെയ്താലും ഇത് ഭേദമാകും. കാരണം എന്താ വെച്ചാൽ മൂലകാരണമായ ക്ഷതം എന്നതിനെ നീക്കിയാലല്ലാതെ കണ്ട് അവിടെ ആ നാഡിക്ക് ബാധിച്ചതായിരിക്കുന്നതായ ക്ഷതത്തിനെ നീക്കിയാലല്ലാതെ കണ്ട് ആ സർവാംഗവാദം പോലുള്ള അവസ്ഥയ്ക്ക് വ്യത്യാസം.
വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ചവിട്ടി ഉഴിച്ചിൽ. സാധാരണയായിട്ട് കളരിയിൽ ചവിട്ടി ഒഴിയുമ്പോൾ മണ്ണുകൊണ്ടുള്ള നിലമായിരിക്കും കളരിയിൽ ഉണ്ടാവുക. ആ നിലത്ത് പായ വിരിച്ച് ആൾ കിടന്ന് ഒഴിയുന്ന ആൾ 2 കയറിൽ തൂങ്ങി നിന്നിട്ടാണ് ചവിട്ടി ഒഴിയാറ്. കുറച്ച് സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ്, പയറ്റിയിട്ട് തെളിഞ്ഞിട്ടുള്ള കുട്ടികൾ, അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റിയും എല്ലാം ആയിട്ടുള്ള കുട്ടികൾ ഒരു ഗുരുനാഥൻ്റെ നേതൃത്വത്തിൽ, ഒരു മേൽനോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി ഒഴിഞ്ഞിട്ടാണ് പഠിക്കുക. ഇത് കളരി ഒഴിച്ചിലുകാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് എന്താ വെച്ചാൽ കളരി അഭ്യാസം തന്നെയാണ്. ചവിട്ടി ഒഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ നന്നായി എണ്ണ തേച്ച് കുളിക്കുക, തലയിൽ എണ്ണ തേക്കുക, ഒപ്പം പയറ്റുക, ഇതെല്ലാം ഒഴിച്ചിലുകാർ ചെയ്യേണ്ടതാണ്. ഒപ്പം നല്ല പഥ്യമായിട്ടുള്ള ആഹാരങ്ങൾ, നല്ല ദിവസവും പാല് കുടിക്കാം, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ചവിട്ടി ഒഴിച്ചിൽ തുടങ്ങുന്നത് തന്നെ ശരീരത്തിൽ മൊത്തം എണ്ണ തേച്ച്, അത് കൈകൊണ്ടാണ് തേക്കുക. അതിനുശേഷം കാലുകൊണ്ട് ഓരോ ഭാഗങ്ങളായിട്ട്, അത് കഴുത്തിന് താഴെ, മുഖം സാധാരണ കാലുകൊണ്ട് ഒഴിയാറില്ല, കഴുത്തിന് താഴെയുള്ള ഭാഗം, അത് ഓരോ ഭാഗം, കൈയാണെങ്കിൽ അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗം, കാല്, എല്ലാ ഭാഗങ്ങളും ഓരോ എണ്ണ ഉണ്ട് അതിന്. ആ എണ്ണത്തിൽ, ആ ഒരു ക്രമത്തിലാണ് ഒഴിയുക. അത് ഓരോ ദിവസവും ആ എണ്ണത്തിന് മാറ്റം ഉണ്ടായിരിക്കും. അത് ചവിട്ടി ഒഴിച്ചിൽ തുടങ്ങുന്ന ദിവസം എത്ര കാലിലാണോ നമ്മൾ തുടങ്ങുന്നത്, അവസാനിക്കുന്ന ദിവസം അതേ കാലിൽ തിരിച്ചെത്തും. എന്ന് വെച്ചാൽ ഉഴിച്ചിലിനൊരു കയറ്റവും ഇറക്കവും ഉണ്ട്. അതാണ് ചവിട്ടി ഉഴിച്ചിലിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളത്. അത് നമുക്കതിൻ്റെ അമർച്ചയും കാര്യങ്ങളും, അതായത് പ്രഷർ കൊടുക്കുന്നത്, അത് ഓരോ ആൾക്കും വ്യത്യാസമായിരിക്കും. ഇവിടെ പൂമുള്ളി മനയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 6ാം തമ്പരനായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ചിട്ടുണ്ട്. അതിപ്പോൾ 3 തലമുറയായി ഞങ്ങളത് അനുവർത്തിച്ച് പോരുന്നു. അത് ഓരോ കുട്ടികളും കളരിയിൽ വന്ന് അഭ്യസിച്ച് അത് 5-8 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലമൊക്കെ അഭ്യസിച്ചതിന് ശേഷമാണ് അവർ ചവിട്ടിവീച്ചിൽ പഠിപ്പിക്കുക തന്നെ. അത് തമ്പുരാൻ എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോൾ അനുവർത്തിച്ച് പോരുന്നത്. കാലുകൊണ്ടാണ് കഥകളിയുടെ ഉഴിച്ചിലിൻ്റെ ആവശ്യം. ദേഹം എല്ലാം നമ്മൾ ഏത് പ്രകാരത്തിൽ വളയ്ക്കുകയോ തിരിക്കുകയോ എന്ത് ചെയ്യണമെന്ന് വെച്ചാലും അത് സാധ്യം അവർ നിഷ്പ്രയാസം ചെയ്യാനുള്ള ഒരു രീതിയിൽ കൂടെ ആണ് നമ്മൾ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഉഴിച്ചിൽ. അപ്പോൾ കൈയാണെങ്കിൽ കൈ ഏത് വഴിക്ക് പോകണം മൂലം ആ കൈകൾ നോക്കണം. കാലെങ്ങനെയാണ് വെക്കേണ്ടതെങ്കിൽ അതിനെ കണക്കാക്കിയിട്ട് പൊങ്ങിക്കാനും ചവിട്ടാനും ഒക്കെ മുമ്പ് അതിന് ചില രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ച് ചവിട്ടാനൊക്കെ ആണെങ്കിൽ ഈ ഉഴിച്ചിലാണ് ഏറ്റവും പ്രധാനം.